നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. പുത്തൂർ പഞ്ചായത്തിലെ SC/ST വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ അസാധാരണ സംഭവങ്ങൾ. കൌൺസിൽ യോഗം മേയർ പിരിച്ചുവിട്ടു. മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ തെക്കുംകര പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ നിർവാഹക സമിതി യോഗം നടത്തി. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം. മണ്ണുത്തി കൈലാസനാഥ വിദ്യാനികേതൻ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. മാന്നാമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ SC/ST വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പുത്തൂർ പഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 ലക്ഷം രൂപ വകയിരുത്തി 20 പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് 40,000 രൂപ വില വരുന്ന ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. 1,20,000 രൂപ വകയിരുത്തി 3 പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് 40,000 രൂപ വില വരുന്ന 3 ലാപ്ടോപ്പുകളും വിതരണം ചെയ്തു. പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജിത് PS അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ ലിബി വർഗീസ്, TK ശ്രീനിവാസൻ, ഷാജി വാരപ്പെട്ടിയിൽ, മിനി റജി, പഞ്ചായത്ത് സെക്രട്ടറി അരുൺ T ജോൺ, അസിസ്റ്റന്റ് സെക്രട്ടറി പോൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ശിവദർശിനി വിഷ്ണുരാജ്, അത് കഴിഞ്ഞ് മനീഷ PM, അരുന്ധതി. സാധാരണ പഞ്ചായത്ത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ല. കാരണം ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ്, ബോർഡാണ്. ആ വിധത്തിൽ ബോർഡ് ഏകകണ്ഠമായി അനുവദിച്ച് തീരുമാനിച്ച ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏതാണ്ട് 40,000 രൂപയോളം വില വരുന്ന ലാപ്ടോപ്പുകളാണ് വിതരണത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. IT രംഗത്തൊരു വലിയ മാറ്റം ഉണ്ടാകുന്നൊരു കാലമാണ്. കേരളത്തിലെ IT ഇല്ലാതെ, കമ്പ്യൂട്ടർ ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ എല്ലാ മേഖലയും IT-യുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ചിട്ടുള്ള ഞാൻ നിങ്ങളോടും പഞ്ചായത്ത് മെമ്പർമാരോടും ഒക്കെ നടത്തുന്ന അഭ്യർത്ഥന. ഇപ്പോൾ റവന്യൂവിൻ്റെ സേവനങ്ങളെല്ലാം ഈ സേവനങ്ങളായി മാറി. വില്ലേജുകളിൽ നിന്ന് ലഭ്യമാകേണ്ട 21 സർട്ടിഫിക്കറ്റുകളിൽ 20 ഓൺലൈനായി അപേക്ഷ കൊടുക്കാനും ഓൺലൈനായി തന്നെ മറുപടി കിട്ടാനുമുള്ള സൗകര്യമുണ്ട്. ഞാനിത് പോയിട്ട് TV പുറത്തൊരു സ്ഥലത്ത് ശ്രമിച്ചപ്പോൾ തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ അസാധാരണ സംഭവം. ഫയൽ ചോദിച്ചപ്പോൾ മിണ്ടാട്ടം മുട്ടി. കൌൺസിൽ പിരിച്ചുവിട്ട് മേയർ തടിതപ്പി. സംഭവം ഭരണം നിർവഹിക്കുന്നതിൽ ഭരണപക്ഷം പരാജയപ്പെട്ടതിന്റെ തെളിവെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ രണ്ടാമത്തെ അജണ്ട ചർച്ച ചെയ്യും മുൻപ് അടിയന്തര കൌൺസിൽ യോഗം പിരിച്ചുവിട്ടതായി മേയർ അറിയിച്ചു. ആരോഗ്യ വിഭാഗത്തിലേക്ക് ആവശ്യമായ സാമഗ്രികൾ വാങ്ങുന്നത് സംബന്ധിച്ച വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് രാജനും ജോൺ ഡാനിയേലും ഫയൽ ആവശ്യപ്പെട്ടു. ആരോഗ്യ വിഭാഗത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഫയൽ പരിശോധിക്കണമെന്നും വിഷയം പഠിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടതോടെ മേയർ മേശപ്പുറത്ത് വയ്ക്കാമെന്ന് സമ്മതിച്ചു. ഹാജരാക്കുന്നതിൽ ആശയക്കുഴപ്പമുണ്ടായതോടെ അപ്രതീക്ഷിതമായി മേയർ തിടുക്കത്തിൽ കൌൺസിൽ യോഗം പിരിച്ചുവിട്ടതായി അറിയിച്ചു. ശുചിത്വ മിഷൻ അർബൻ കോർപ്പറേഷൻ ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. ഡ്രീം ഹോം ഫർണിച്ചർ എന്ന സ്ഥാപനത്തിന് ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കാൻ അനുവാദം നൽകിയതിൽ വൻ അഴിമതിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വെറും 3,500 രൂപ ചിലവിൽ നിർമ്മിക്കാവുന്ന ബോട്ടിലാണ് 9,000 രൂപയ്ക്ക് സ്വകാര്യ സ്ഥാപനത്തിന് മേയർ കൌൺസിൽ അറിയാതെ മുൻകൂർ അനുമതി നൽകിയത്. ലക്ഷക്കണക്കിന് രൂപയുടെ പർച്ചേസുകൾ പ്രചാരത്തിലുള്ള പ്രമുഖ പത്രങ്ങളിൽ പരസ്യം കൊടുത്ത് ഈ ടെൻഡർ വിളിക്കുകയും വേണം. പാർട്ടി പത്രത്തിൽ മാത്രം പരസ്യം ചെയ്ത് കോടികളുടെ പർച്ചേസ് നടത്തുന്നതിൽ കൌൺസിൽ അറിയാതെ മുൻകൂർ അനുമതി നൽകുന്നതും അഴിമതിയാണ്.
ഇതിന് CPM ജില്ലാ നേതൃത്വം കൂട്ടുനിൽക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ ചൂണ്ടിക്കാട്ടി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മുകേഷ് കൂളപ്പറമ്പിൽ, ജയപ്രകാശ് പൂവത്തിങ്കൽ, രാമനാഥൻ എന്നിവരും തീരുമാനം മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. മേയർ MK വർഗീസ് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് കൌൺസിൽ യോഗത്തിൽ BJP കൌൺസിലർമാരുടെ പ്രതിഷേധം. പ്ലക്കാർഡുമായി അമ്മവേഷത്തിലെത്തി വിനോദ് പൊള്ളാഞ്ചേരി സാക്ഷ്യപത്രത്തിലെത്തിയ ഡോക്ടർ KC പ്രകാശിനെ മേയർ അധിക്ഷേപിച്ചതായി ആരോപിച്ചു. ഡോക്ടറോട് പുറത്തുപോകാൻ ആക്രോശിച്ചുവെന്നും മേയർ അപമാനിച്ചിറക്കിയെന്നും വിനോദ് പറഞ്ഞു. മേയറിൽ നിന്ന് ഇനിയും അപമാനം താങ്ങാൻ വയ്യെന്നും ക്ഷമയുടെ നെല്ലിപ്പലക കടന്ന് അമ്മവേഷത്തിൽ എന്നെഴുതിയ പ്ലക്കാർഡ് ഉയർത്തി വിനോദ് പൊള്ളാഞ്ചേരി പ്രതിഷേധിച്ചു. സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം അറിയിച്ച് പ്ലക്കാർഡ് BJP അംഗങ്ങൾ ഉയർത്തി. ആരെയും അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ഡോക്ടർ KC പ്രകാശിന് സാക്ഷ്യപത്രം നൽകിയിരുന്നതായി മേയർ പറഞ്ഞു. തിരുത്തൽ വരുത്തിയ സാക്ഷ്യപത്രത്തിന് നൽകിയ ആൾ തന്നെ നേരിട്ട് വരണമെന്ന് കൌൺസിൽ ആവശ്യപ്പെട്ടുവെന്നും മേയർ MK വർഗീസ് അറിയിച്ചു. നമ്മുടെ തൃശ്ശൂരത്തെ ഒരു പൗരപ്രമുഖരിൽ ഒരാളും സീനിയർ ENT സ്പെഷ്യലിസ്റ്റും മുൻ SNDP യൂണിയൻ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ഡോക്ടർ KC പ്രകാശൻ, എലൈറ്റ് ഹോസ്പിറ്റലിൻ്റെ മാനേജിംഗ് പാർട്ണറും കൂടിയാണ് അദ്ദേഹം ഒരു സാക്ഷ്യപത്രത്തിൻ്റെ ആവശ്യത്തിനായിട്ട് 2 ഡിവിഷനിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഒരു സാക്ഷ്യപത്രത്തിൻ്റെ ആവശ്യത്തിനായിട്ട് അദ്ദേഹം ചെന്ന സമയത്ത് അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ മേയർ ഷൗട്ട് ചെയ്തുകൊണ്ട് അവിടുന്ന് പെരുമാറി ഇറക്കി വിട്ടു. അദ്ദേഹം വളരെ വേദിച്ച് ഇറങ്ങി വരുന്ന സമയത്താണ് ഞാൻ വരുന്നത്. അപ്പം എൻ്റെ ഡിവിഷനിലുള്ള ഒരു വ്യക്തി എന്ന് എനിക്ക് ഞാൻ പറഞ്ഞാൽ അത് അങ്ങനെ എന്തോ മേയർ ചിലപ്പോൾ ഒരു പരിചയം ഞാനും കൂടി വരാമെന്നുണ്ട് തിരിച്ച് ഞാനും കൂടി വിളിച്ച് മേയർ ചേമ്പലിലേക്ക് വന്നു. അപ്പോൾ സാധാരണ ഇപ്പം ഇദ്ദേഹം മേയർക്ക് നല്ല ഇവിടുത്തെ ഒരു കൗൺസിലർമാർക്ക് അറിയാത്ത വ്യക്തിയല്ല. പക്ഷേ ഇനിയിപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഒരു പരിചയക്കുറവുണ്ടെങ്കിൽ നമ്മൾ കൗൺസിലർമാരാണ് അത് റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്തിട്ട് ഇത്തരം സാക്ഷ്യപത്രങ്ങൾ മേടിക്കുക. അതിനുവേണ്ടി ഞാൻ സാക്ഷ്യപത്രം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പോലും ആ തയ്യാറുണ്ട്. ഇയാൾക്ക് എനിക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ മന്യം അവിടുന്ന് വളരെ അപമാനിച്ച് അവിടുന്ന് ഇറക്കി വിട്ടു. അപ്പം മേയറുടെ ഈ ധാർഷ്ട്യത്തിനെതിരെ ഞാനൊരു കൗൺസിലർ എന്ന നിലയ്ക്ക്, ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് പ്രതികരിച്ചാൽ ചിലപ്പോൾ എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ ചിലപ്പോൾ പിന്നീട് നിയമ തടസ്സങ്ങൾ വരും. അത് കാരണം ഞാൻ ഒരു ക്ഷമയുടെ മൂർത്തിഭാവമായിട്ടുള്ള ഒരു അമ്മയുടെ വേഷത്തിൽ നിന്ന് കൗൺസിൽ ചെയ്യാൻ തീരുമാനിച്ചതാണ്. ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി അതാണ് ഒരു അമ്മ വേഷത്തിൽ വരാൻ കാരണം. ഈ ക്ഷമയുടെ പ്രതീകമായിട്ടാണ് ഈ അമ്മ വേഷം. തീർച്ചയായിട്ടും ക്ഷമയുടെ അതാണല്ലോ നമ്മുടെ സ്ത്രീയുടെ പൂർണ്ണത എന്ന് പറഞ്ഞ അമ്മയാണല്ലോ. അമ്മയാണ് ക്ഷമയുടെ മൂർത്തിഭാവം എന്നാണ് നമ്മുടെ സങ്കല്പം. ആ ഒരു സങ്കല്പത്തിലാണ് ഇന്ന് കൗൺസിലിൽ വന്നിട്ടുള്ളത്. ദേശീയപാത നിർമ്മാണത്തിൽ അഴിമതി കാണിച്ച കമ്പനിക്കെതിരെ എടുത്ത കേസിൽ ED കുറ്റപത്രം സമർപ്പിച്ചതോടെ തങ്ങൾ ഇതുവരെ കമ്പനിക്കെതിരെ ഉയർത്തിയ കാര്യങ്ങൾ ശരിവെക്കുകയാണെന്ന് DCC പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. 2006 മുതൽ 2016 വരെയുള്ള കണക്കുകളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്നുള്ള കണക്കുകളും പരിശോധിച്ചാൽ തങ്ങൾ പുറത്തുകൊണ്ടുവന്ന വലിയ അഴിമതി കഥകളും കരാർ ലംഘനങ്ങളും കമ്പനിയുടെ കൊള്ള ലാഭവും ശരിയെന്ന് തെളിയും. കരാർ ലംഘനങ്ങളും നിർമ്മാണ പ്രവർത്തികളും പൂർത്തിയാക്കാതെ കമ്പനി കോടികൾ പിരിച്ചെടുത്തു. വിവരാവകാശ രേഖകൾ സഹിതം ലംഘനങ്ങൾ ഓരോന്നും പുറത്തുകൊണ്ടുവന്നിട്ടും ജനങ്ങളെ ഭീകരമായി കൊള്ളയടിച്ചിട്ടും സംസ്ഥാന സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് എന്താണെന്ന് തുറന്നു പറയണം. സർവീസ് റോഡുകൾ, പഞ്ച് ലിസ്റ്റിലെ പ്രവർത്തികൾ, സേഫ്റ്റി ഓഡിറ്റ് റിപ്പോർട്ടിലെ സുരക്ഷാ നിർദ്ദേശങ്ങൾ തുടങ്ങി ഇനിയും ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ. കമ്പനി 1535 കോടി രൂപ പിരിച്ചു കഴിഞ്ഞു. ലംഘനത്തിന്റെ പേരിൽ 2245 കോടി രൂപ NHAI പിഴ ചുമത്തി. ഇതൊക്കെ അന്വേഷിച്ചാൽ കരാർ കമ്പനിയുടെ അഴിമതിയുടെയും കൊള്ളലാഭത്തിന്റെയും യഥാർത്ഥ മുഖം പുറത്തുവരുമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ കേരളത്തെ മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി തെക്കുംകര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി നടത്തേണ്ട അടിയന്തര പ്രവർത്തനങ്ങൾ വാർഡുകളിൽ നടത്താൻ പഞ്ചായത്ത് തല നിർവഹണ യോഗം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തി. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ അധ്യക്ഷതയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത സതീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AR കൃഷ്ണൻകുട്ടി, K രാമചന്ദ്രൻ, ഐശ്വര്യ ഉണ്ണി, PS റഫീഖ്, PT മണികണ്ഠൻ, ശാന്ത ഉണ്ണികൃഷ്ണൻ, ഷൈബി ജോൺസൺ, ബീന കുര്യൻ, ലീന റജി, സിന്ധു രാജീവ്, VS ഷാജു, C സുരേഷ്, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ TN ബിന്ദു, അസിസ്റ്റന്റ് സെക്രട്ടറി A മനോജ് കുമാർ, കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ PP രാജീവ് എന്നിവർ സംസാരിച്ചു. ഘടകസ്ഥാപന മേധാവികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ആശാവർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. മാർച്ച് 12-നകം എല്ലാ വാർഡുകളിലെയും സാനിറ്റേഷൻ കമ്മിറ്റികളും നിർവഹണ സമിതി യോഗങ്ങളും അടിയന്തരമായി ചേരാൻ യോഗം തീരുമാനിച്ചു. കുറച്ച് ദുഷ്കരമായ പ്രവൃത്തിയാണ്
മറ്റെന്താ പറയുക ഹരിതകർമ്മസേനാംഗങ്ങളെ സംബന്ധിച്ച് അതിന്റെ അളവും മറ്റു കാര്യങ്ങളൊക്കെ കുറവുണ്ടായി കഴിഞ്ഞിട്ട് വേസ്റ്റ് എടുത്തിട്ട് റോഡിലിടുന്ന പോലെയല്ല. ഇത് എവിടെയെങ്കിലും ഇട്ടിട്ട് അതിന് 2-3 സാധനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ പൈസ ഹരിതകർമ്മസേനാംഗങ്ങളോടൊന്നും അടക്കേണ്ടി വരും. അപ്പൊ അത് വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട പ്രവർത്തിയാണ്. ആ ഒരു പ്രവർത്തനം നമ്മൾ നടത്തുന്നത്. അത് ഭംഗിയായി ആരംഭിച്ചതിന്റെ യോഗം നമ്മൾ പഞ്ചായത്തിലെ ഉദ്ഘാടനം നമ്മൾ കഴിഞ്ഞ ദിവസം. ഓപ്പറേഷൻ കാപ്പ തുടരുന്നു. കുപ്രസിദ്ധ ഗുണ്ട പ്രമോദിനെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട പ്രമോദിനെയാണ് തടങ്കലിലാക്കിയത്. മാള പോലീസ് സ്റ്റേഷനിൽ 3 വധശ്രമ കേസും ഒട്ടേറെ അടിപിടി കേസുകളിലും പ്രതിയാണ് ഇയാൾ. ഒരു കൊലപാതക കേസിന്റെ ജാമ്യത്തിൽ ഇറങ്ങാനിരിക്കെയാണ് കാപ്പ ചുമത്തിയത്. 29 പേർക്കെതിരെ ഇതുവരെ കാപ്പ പ്രകാരം നാടുകടത്തി. റൂറൽ ജില്ലയിൽ 47 ഗുണ്ടകൾക്കും കാപ്പ ചുമത്തി. നാടുകടത്തി മറ്റുമുള്ള നടപടികൾ സ്വീകരിച്ച് 18 പേരെ ജയിലിലടച്ചു. ഓപ്പറേഷൻ കാപ്പ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് നടപടി സ്വീകരിച്ചു വരികയാണ്. തൃശൂർ റെയിൽവേ ട്രാക്കിൽ അട്ടിമറി ശ്രമം. തമിഴ്നാട് സ്വദേശി പിടിയിലായി. റെയിൽ ട്രാക്കിൽ ഇരുമ്പിന്റെ റോഡ് കൊണ്ടിട്ട പ്രതിയാണ് പിടിയിലായത്. തമിഴ്നാട് സ്വദേശി വിനായക തെരുവിൽ മോഹൻ മകൻ ഹരിയാണ് പിടിയിലായത്. മോഷ്ടിക്കാൻ നടത്തിയ ശ്രമത്തിനിടെ റെയിൽ റാഡ് ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു. പ്രതി ലഹരിക്കടിമയാണ്. റെയിൽവേ ട്രാക്കിൽ ഇരുമ്പ് റാഡ് കയറ്റിവെച്ച് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം നടത്തിയതെന്നാണ് കരുതിയത്. പുലർച്ചെ 4:55 സംഭവം. ഇതുവഴി ആ സമയം ചരക്ക് ട്രെയിൻ ഇരുമ്പ് റാഡ് തട്ടിത്തെറിപ്പിച്ചു കടന്നുപോയി. തൃശൂർ എറണാകുളം ഡൗൺ ലൈൻ പാതയിലാണ് റാഡ് കയറ്റിവെക്കാൻ ശ്രമം നടന്നത്. RPF ഇന്റലിജൻസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലെയാണ് സംഭവം. ഗുഡ്സ് ട്രെയിനിന്റെ പൈലറ്റാണ് റെയിൽവേ സ്റ്റേഷനിൽ അറിയിച്ചത്. ഇന്നത്തെ തലമുറയുടെ മഹാവിപത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ലഹരിക്കെതിരെ യുവതലമുറയെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ മണ്ണുത്തി കൈലാസനാഥ വിദ്യാനികേതനിലെ വിദ്യാർത്ഥികൾ ഒരു ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ തൃശൂർ കമ്മീഷണർ ഓഫീസിന് മുൻപിൽ നിന്ന് തുടങ്ങി ശക്തൻ മാർക്കറ്റ്, മുനിസിപ്പൽ സ്റ്റാൻഡ്, പറവട്ടാനി, മണ്ണുത്തി തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിൽ ഫ്ലാഷ് മോബ് നടത്തി. ലഹരിക്കടിമപ്പെട്ട് ഒരു തരത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത യുവാവിന്റെ കഥയാണ് ഫ്ലാഷ് മോബിന്റെ തീം. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങുന്നില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ ഓട്ട?
മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മലയാളത്തിന്റെ സ്വന്തം കലാഭവൻ മണിയുടെ ഓർമ്മകൾക്ക് 9 വയസ്സ്. വിസ്മൃതിയിലേക്ക് ആണ്ടുപോയ നാടൻപാട്ട് എന്ന കലയെ ജനപ്രിയമാക്കിയ മലയാളി വേറെയില്ല. മണി ആലപിച്ച നാടൻപാട്ടുകൾ ഇന്നും നെഞ്ചിലേറ്റുന്നു. മിമിക്രി വേദികളിൽ നിന്ന് സിനിമയിലെത്തി, ഹാസ്യതാരമായി അഭിനയം തുടങ്ങി, പിന്നീട് വില്ലനായി, നായകനായി. അക്ഷരം എന്ന ചിത്രത്തിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ കഥാപാത്രത്തിലൂടെ തുടക്കം കുറിച്ചു. സല്ലാപം ചിത്രത്തിലെ ചെത്തുകാരൻ രാജപ്പൻ കഥാപാത്രം ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയനാക്കി. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, കരുമാടിക്കുട്ടൻ സിനിമകളിലെ കഥാപാത്രങ്ങൾ അഭിനയ മികവിന്റേതായി. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളിൽ പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു. മറുമലർച്ചി, വാഞ്ചിനാഥൻ, ബന്ദ പരമശിവം, ജെമിനി തുടങ്ങിയ സിനിമകളിലൂടെ തമിഴകത്തിലും പ്രിയപ്പെട്ടവനായി. അഭിനേതാവ്, മിമിക്രി കലാകാരൻ, ഒരു ഗായകൻ, ചാലക്കുടിക്കാരനായ ഓട്ടോ ഡ്രൈവർ, മലയാളിക്ക് അദ്ദേഹം പ്രിയപ്പെട്ടവനായിരുന്നു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ചാലക്കുടിയെയും ചാലക്കുടിക്കാരെയും നെഞ്ചോട് ചേർത്തു. 2016 മാർച്ച് 6 കലാഭവൻ മണി വിട പറഞ്ഞു. പാതി വഴിയിൽ വിട പറഞ്ഞുവെങ്കിലും ചാലക്കുടിക്കാരൻ പ്രതിഭയും നിഷ്കളങ്കമായ ചിരിയും സ്വതസിദ്ധമായ നർമ്മവും കൊണ്ട് ജനപ്രിയനായി മരണമില്ലാതെ തുടരുകയാണ്. നിനക്കൊന്നും വിശ്വസിക്കാൻ പറ്റണല്ലേ? എടോ സ്വപ്നല്ല, സത്യ. ചേരിക്കാരൻ ലോകനാഥനെ ജില്ലാ കളക്ടറായടാ. അടിക്കടാ സല്യൂട്ട്. എടുക്കിട്ടാറിന്റെ പട്ടിനെ ഉടുപ്പൊട്ടി പഠിപ്പിക്കില്ലട്ടാ. നീ നേരത്തെ പറഞ്ഞില്ലേ ചേരിക്കാര്യം? ആ ചേരിയിൽ തായം കളിച്ച് ഓട്ടോ അടിച്ച് തൈമ്പച്ച കയ്യാത്. ചെന്ന് നിന്റെ പരബ്രഹ്മത്തോട് പറഞ്ഞേക്ക് കളി ഇങ്ങോട്ട് വേണ്ടെന്ന്. ലോകനാഥൻ 16ാമത്തെ വയസ്സിൽ IAS എടുത്തതാ. ഇന്ത്യൻ ആട്ടോ സർവീസ്, IAS. പുല്ലുകാരിമേരിക്ക് ഒരു കന്ന് പുല്ലുപോയാ പുല്ലുവല്ലടാ പുല്ല്. ഞാൻ ഈ കളച്ചുപണി വേണ്ടാന്ന് വെക്കും. അയ്യപ്പന്റെ അടുത്തടാ പുലിക്കളി. അടിക്കടാ കൈ. മാർച്ച് 6 ഇന്റർനാഷണൽ ഡെന്റിസ്റ്റ് ഡേ. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള ബ്രാഞ്ച് തൃശൂരിൽ ആഘോഷിച്ചു. കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഡോക്ടർ സുഭാഷ് മാധവൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PT സമീർ, ഡോക്ടർമാരായ സിബി, ദിനേശ്, അലക്സാണ്ടർ എന്നിവർ വാർത്താ പ്രതിനിധികളുമായി അസോസിയേഷൻ ചരിത്രവും സമകാലിക പ്രവർത്തനങ്ങളും വിശദീകരിച്ചു. മികച്ച പ്രവർത്തകർക്ക് അവാർഡുകൾ നൽകി ആദരിച്ചു. ഇനി പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ്, ഗോൾസ് ഓഫ് ആ ഓർഗനൈസേഷൻ ആൻഡ് വൈ ഡു വി എക്സിസ്റ്റ്. എന്തിനാണ് അത് പറയുമ്പം ഈ ഡെന്റൽ സയൻസ് എന്ന് പറഞ്ഞത് കഴിഞ്ഞ ഒരു 2 ദശകങ്ങളായിട്ട് വന്ന മാറ്റങ്ങൾ, റെവല്യൂഷണറി ചേഞ്ചസ്, വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിലേക്ക് വരുന്നതാണ്. പ്രൈമറിലി ഏതൊരു സംഘടനയും അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ബേസിക്കലി ഇതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. നെറ്റ്വർക്കിംഗ്. റഫീഉദ്ദീൻ അഹമ്മദ് 1946 കൽക്കട്ടയിൽ when he thought that we need to interact each other, പ്രൊഫഷണൽസിന് വേണമെന്ന് തോന്നിയപ്പോൾ, അതേപോലെ തന്നെ ജേക്കബ് സക്കറിയ ഡോക്ടറും MK ജെയിംസും 1969 when they thought we need platforms to meet each other എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു അസോസിയേഷൻ കേരളത്തിൽ തുടങ്ങുമ്പോൾ what they thought was networking. ഇതിൽ പറഞ്ഞ പോലെ തന്നെ നെറ്റ്വർക്കിംഗ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് കണക്റ്റിംഗ് പീപ്പിൾ, ഇറ്റ്സ് അബൌട്ട് കണക്റ്റിംഗ് പീപ്പിൾ വിത്ത് ദ പീപ്പിൾ ദേ ഷുഡ് നോ, ആൻഡ് കണക്റ്റിംഗ് പീപ്പിൾ വിത്ത് ഐഡിയാസ് ദേ ഷുഡ് ഹാവ്, ആൻഡ് കണക്റ്റിംഗ് പീപ്പിൾ വിത്ത് ഓപ്പർച്യൂണിറ്റീസ് ദേ ഡിസേർവ്. അപ്പോൾ ഇതാണ് സത്യത്തിൽ ഞങ്ങൾ ഇനി നട്ട്ഷെൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട് വി ഹാവ് പ്ലെന്റി ഓഫ് മീറ്റിംഗ്സ്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷനിലെ അംഗങ്ങളും കേരളത്തിലെ ഡെന്റൽ പ്രാക്ടീഷണേഴ്സിനും ഒരുപാട് മീറ്റിങ്ങുകളുണ്ട്. ഡിസ്ട്രിക്ട് തലത്തിൽ, അതേപോലെ തന്നെ സംസ്ഥാന തലത്തിലും നാഷണൽ തലത്തിലും. വി ഹാവ് ആനുവൽ കോൺഫറൻസസ്.
ആധാരമെഴുത്തുകാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഗോൾഡൻ സതീശനും മകനും റിമാൻഡിൽ. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൊപ്രക്കളത്ത് ആധാരമെഴുത്ത് നടത്തുന്ന കാളമുറി സ്വദേശി സഗീറിനെയാണ് സ്ഥാപനത്തിൽ കയറി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലെ റൌഡിയായ തെക്കിനിയടത്ത് വീട്ടിൽ ഗോൾഡൻ എന്ന് വിളിക്കുന്ന സതീഷിനാണ് അറസ്റ്റിലായത്. 2006 കൊലപാതക കേസും വിയൂർ പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസും മതിലകം പോലീസ് സ്റ്റേഷനിലുള്ള അടിപിടി കേസുമടക്കം ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനടക്കമുള്ള 11ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. അതിവിശിഷ്ട സോമനാഥ ക്ഷേത്ര ജ്യോതിർലിംഗ ദർശനം മാർച്ച് 8-ന് 5:30 വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് ഭക്തർക്ക് കാണാൻ സൗകര്യമൊരുക്കും. തൃശൂരിലെ ആത്മീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സന്യാസി വര്യന്മാർ, രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ മുതലായവർ പങ്കെടുക്കും. ഗുരുദേവന്റെ പ്രധാന ശിഷ്യനായ സ്വാമി സദ്യോജാതാദിയുടെ നേതൃത്വത്തിലാണ് ദർശനം. വാർത്താ സമ്മേളനത്തിൽ ബ്രഹ്മചാരി ചിത് പ്രകാശ, ബാലു തൃശൂർ, PV ദേവരാജ്, I അജയൻ, സുവിൻ ശങ്കർ എന്നിവർ പങ്കെടുത്തു. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം മുഖ്യ രക്ഷാധികാരിയും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും വടക്കാഞ്ചേരി സ്വദേശിയുമായ അഡ്വക്കേറ്റ് CS വൈദ്യനാഥന് പത്മശ്രീ ലഭിച്ചതിന് നാട് ആദരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 8-ാം തീയതി വൈകിട്ട് 5-ന് കേരളവർമ്മ വായനശാല ഹാളിൽ പൌരസമ്മേളനം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി അധ്യക്ഷനാകും. CA ശങ്കരൻകുട്ടി, PN വൈശാഖ്, K സതീഷ് കുമാർ, പ്രശാന്ത് പുഴങ്കര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വാർത്തകൾ തുടരുന്നു. മാന്നാമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വ്യാഴാഴ്ച രാവിലെ പള്ളി ഉണർത്തൽ, നിർമാല്യം, പ്രത്യേക പൂജകൾ, ഗണപതി ഹോമം, ഉഷപൂജ, പാണ്ടിമേളത്തോടെ ശീവേലി എഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകൾ നടത്തി. ഉച്ചയ്ക്ക് 12 മണി മുതൽ കാവടി വരവ് ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. പൂരം, എഴുന്നള്ളിപ്പ്, തായമ്പക എന്നിവ നടന്നു. ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരി, ഭരണസമിതി അംഗങ്ങളായ പ്രഭാകരൻ പുതിയമഠത്തിൽ, വിനോദ് തൊഴുത്തുംപറമ്പിൽ, വേലായുധൻ കുന്നത്തുള്ളി എന്നിവർ നേതൃത്വം നൽകി.
കേരള പഴനി ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൂയ മഹോത്സവത്തിന്റെയും ഭാഗമായി അമ്മമാരുടെ പാൽക്കുടം ഘോഷയാത്രയും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ദണ്ഡികാവരവും കൊടിയേറ്റവും നടന്നു. 1000-ലധികം പേർ പങ്കെടുത്തു. 10-ാം തീയതി രാവിലെ പ്രതിഷ്ഠാദിന പൂയാഘോഷ പരിപാടികൾ തുടങ്ങും. 13 ദേശങ്ങളിൽ നിന്ന് കാവടി സെറ്റുകൾ ക്ഷേത്രത്തിലെത്തും. വൈകിട്ട് എഴുന്നള്ളിപ്പും രാത്രിയിൽ കാവടിയാട്ടവും. വൈകിട്ട് പള്ളിവേട്ടയും ആറാട്ടും അതിനുശേഷം കൊടിയിറക്കം നടക്കുന്നതോടെ ഉത്സവത്തിന് സമാപനമാകും. കണ്ണാറ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി സൂനോറോ പള്ളിയിലെ ഇടവകാംഗമായ കുന്നത്ത് വീട്ടിൽ സജിയുടെ മകനും വൈദിക വിദ്യാർത്ഥിയുമായ സഞ്ജു അന്തരിച്ചു. 25 വയസ്സായിരുന്നു. മുളന്തുരുത്തി മലങ്കര സിറിയൻ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിലെ വൈദിക വിദ്യാർത്ഥിയാണ്. സെമിനാരിയിൽ വെച്ച് ഹൃദയാഘാതമായാണ് മരണകാരണമെന്ന് പ്രാഥമിക നിഗമനം. പള്ളിയിലെ മികച്ച ഗായകനും മികച്ച പ്രാസംഗികനുമായിരുന്നു സഞ്ജു. ശുദ്ധിമതി എന്ന ക്രിസ്തീയ ഭക്തിഗാന ആൽബം പുറത്തിറക്കിയിരുന്നു. ഒരു മിനിയേച്ചർ കലാകാരൻ കൂടിയായിരുന്നു സഞ്ജു. അമ്മ ലിസി, സഹോദരൻ സജു. പ്രധാന വാർത്തകൾ വീണ്ടും. പുത്തൂർ പഞ്ചായത്തിലെ SC/ST വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ അസാധാരണ സംഭവങ്ങൾ. കൌൺസിൽ യോഗം മേയർ പിരിച്ചുവിട്ടു. മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ തെക്കുംകര പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ നിർവാഹക സമിതി യോഗം നടത്തി. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം. മണ്ണുത്തി കൈലാസനാഥ വിദ്യാനികേതൻ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. മാന്നാമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Pattikat Center, Thrissur.